ടി സെക്ടറിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ITBs ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് IT സെക്ടറിൽ വലിയൊരു കറക്ഷൻ വന്നിരിക്കുകയാണ്. IT സെക്ടറിൽ AI ബൂം വരും, IT സെക്ടർ പറക്കും എന്നൊക്കെ ഞാൻ എൻ്റെ പല വീഡിയോസിലും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് IT സെക്ടറിൽ ഏകദേശം 20% മുതൽ 35% വരെ കറക്ഷൻ വന്നിരിക്കുകയാണ്. ഈ ഒരു ഡൗൺ ട്രെൻഡ് എത്ര നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ IT സെക്ടറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫിൻടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. നിഫ്റ്റി IT എന്ന് പറയുന്ന ഇൻഡെക്സ് ഏകദേശം 27,000 ഒരു സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു റാലിയാണ് നമുക്ക് തന്നത്. നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ 100-ൽ ITBs എന്ന് പറയുന്നത്. അതായത് ഏകദേശം 27,000 രൂപയിൽ നിഫ്റ്റി IT ഇൻഡെക്സ് നിന്നപ്പോൾ ITBസിന് ഏകദേശം 27 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു റാലി ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് നിഫ്റ്റി IT ഇൻഡെക്സ് റാലി ചെയ്യാൻ തുടങ്ങിയിട്ട് ITBസിൻ്റെ വില ഏകദേശം 40 രൂപ വരെ വന്നിരുന്നു. അവിടെ നിന്നൊരു കറക്ഷൻ, അതായത് ഏകദേശം 40,000 ടച്ച് ചെയ്തില്ല, പക്ഷേ ITBs 40 ടച്ച് ചെയ്തിരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം 32,600 വരെ ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊരു കറക്ഷനാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ മേജറായിട്ട് സൊനാറ്റസ് സോഫ്റ്റ്വെയർ 39%, കൊഫോജ് 31%, ബിർള സോഫ്റ്റ് 28%, സൈൻറ്റ് 28%, LT മിൻട്രി 35%, അതുപോലെ തന്നെ പേഴ്സിസ്റ്റൻ്റ് 21%, ഇൻ്റലക്ട് 25%, HCL ടെക് 21%, എംഫസിസ് 32%. അങ്ങനെ IT സെക്ടേഴ്സിൽ വളരെ വലിയൊരു കറക്ഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കറക്ഷൻ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ IT സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യണമെന്ന് പറയുന്നത്? അത് അവരുടെ ബിസിനസ് മോഡൽ കൊണ്ടാണ്. ഇന്ത്യൻ IT കമ്പനീസ് ആണ് വേൾഡ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവൈലബിലിറ്റി ഓഫ് ടാലൻറ്റ്. അതുകൂടാതെ മറ്റ് ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ MNCs ഒക്കെ അവരുടെ IT വർക്ക്സ് കൊടുക്കുന്നത് ഇന്ത്യൻ IT കമ്പനികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള IT കമ്പനികൾ വളരെ നല്ല മാർജിനിലും പ്രോഫിറ്റബിലിറ്റിയിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ IT കമ്പനീസിന് മേജർ ബിസിനസ് വരുന്നത് US-ൽ നിന്നും യൂറോപ്പിൽ നിന്നുമാണ്. മാത്രമല്ല ഇന്ത്യൻ റുപ്പീസിൽ എല്ലാ എക്സ്പെൻസും വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് എക്സലൻറ്റ് മാർജിൻസ് ആണ് ലഭിക്കുന്നത്. മാത്രമല്ല ഈ കമ്പനികളുടെ മേജർ കോസ്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയി കോസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ പ്രോഫിറ്റിലാണ് നമ്മുടെ എല്ലാ IT കമ്പനികളും പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കമ്പനീസ് നല്ല ഡിവിഡൻഡും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നെഗ്ലിജിബിൾ ഡെപ്റ്റ് ആണുള്ളത്. മാത്രമല്ല IT സെക്ടേഴ്സ് ആർ സ്ട്രോങ് വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഇനി ഡിജിറ്റൽ ഫ്യൂച്ചറാണ് ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല ഒരു മേഖലയിലും IT-യുടെ നീഡില്ലാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ളതാണ്. ഇനി IT സെക്ടേഴ്സ് സർവീസുകളിൽ മാത്രമല്ല, അവർ പുതിയ ടെക്നോളജീസിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IoT, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയവയിൽ. ഇനി ഇങ്ങനെയുള്ള ടെക്നോളജീസിൽ IT സെക്ടേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തില്ല എങ്കിൽ ആ ഒരു സെക്ടർ തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് വൈപ്പ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി എല്ലാവരും പറയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജോലി പോവും എന്നൊക്കെ പറയുന്നത് പോലെയല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും IT സെക്ടേഴ്സിൽ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും IT സെക്ടർ എന്ന് പറയുന്നത് ഒരു മൾട്ടി ബാഗർ സെക്ടറായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിലനിൽക്കാനുള്ള ചാൻസ് എന്തുകൊണ്ട് കൂടുതലാണ്. ഇനി IT സെക്ടേഴ്സിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കമ്പനീസ് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ITBs-ൽ ഇൻവെസ്റ്റ് ചെയ്താലും നല്ല വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് IT സെക്ടറിൽ ഈ ഒരു ടെമ്പററി കറക്ഷൻ ഉണ്ടായിരിക്കുന്നത്? ഇത് ടെമ്പററി കറക്ഷൻ ആണോ എന്ന് നമുക്ക് പരിശോധിക്കണം. IT കമ്പനീസിൻ്റെ മോശം റിസൾട്ടുകൾ കൊണ്ടാണ് IT കമ്പനീസ് 20% മുതൽ 30% വരെ വീഴാനുള്ള കാരണമായത്. എന്തുകൊണ്ടാണ് അവരുടെ റിസൾട്ട് മോശമായത്? US എക്കണോമി സ്ലോ ഡൗൺ ആവുകയും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും ചെയ്തതുകൊണ്ടാണ് IT സെക്ടേഴ്സിലുള്ള സ്പെൻഡിങ് അവർ കുറച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ IT കമ്പനീസിൻ്റെ മേജർ റവന്യൂ എന്ന് പറയുന്നത് US മാർക്കറ്റുകളും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്പെൻഡിങ് കുറഞ്ഞതുകൊണ്ടാണ് IT കമ്പനികളിലുള്ള പെർഫോമൻസ് കുറയുകയും അവരുടെ റിസൾട്ട് മോശമാവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് പോകുന്നതിനനുസരിച്ച് IT സെക്ടേഴ്സിൻ്റെ EPS ഏണിംഗ് പെർ ഷെയർ കൂടുകയും അവരുടെ വാല്യുവേഷൻ കൂടുകയും തിരിച്ച് IT സെക്ടർ മുകളിലേക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇനി നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് റേഞ്ചിൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴാണോ കുറയ്ക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് IT സെക്ടർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് യുവർ പേഷ്യൻസ് വുഡ് ബി ടെസ്റ്റഡ് ആൻഡ് യുവർ കൺവിക്ഷൻ വുഡ് ബി റിവാർഡഡ് എന്നാണ് പറയാറ്.
അതുകൊണ്ട് തന്നെ എല്ലാവരും പേഷ്യൻസോടുകൂടി കാത്തിരിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായും IT സെക്ടേഴ്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ വശവും കൂടി നമുക്ക് നോക്കാം. ടെക്നിക്കൽ അനാലിസിസിൽ നിഫ്റ്റി IT ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾ ടൈം ഹൈയിൽ നിന്ന് നല്ലൊരു റിജക്ഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. ഒരു റൗണ്ട് ബോട്ടം ഫോം ചെയ്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള ചാൻസസ് വെരി ഹൈ. പക്ഷേ ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്തില്ല എങ്കിൽ വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു മേജർ സപ്പോർട്ട് ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വരാനുള്ള ചാൻസാണ് കൂടുതൽ. ആൻഡ് വീണ്ടും ഇതിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഇത് ഫോം ചെയ്തിട്ടുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് വന്നിരുന്ന ഓൾ ടൈം ഹൈ ആൻഡ് അവിടെ നിന്നൊരു കറക്ഷൻ വീണ്ടും ഓൾ ടൈം ഹൈയിലെത്തി അവിടെ നിന്ന് വീണ്ടും ഒരു കറക്ഷനാണ് വന്നിരിക്കുന്നത്. സോ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടമെൻ്റൽസും ബേസ് ചെയ്ത് നല്ലൊരു ഡിസിഷൻ മേക്ക് ചെയ്ത് IT സെക്ടേഴ്സ് തീർച്ചയായും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.